Namaskaram. Good morning. In our class, we discuss about consumers equilibrium. Equilibrium എന്താണെന്ന് നമുക്കറിയാം. Consumers equilibrium എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ consumers equilibrium എന്താണെന്ന് പറഞ്ഞേക്കാൻ മുമ്പ് നമുക്ക് അതിൻ്റെ കുറേ assumptions നോക്കാം. എന്താണ് consumers equilibriumത്തിൻ്റെ assumptions നോക്കാം. Before explaining the consumers equilibrium, let us make the following assumptions. മെയിനായിട്ട് 4 assumptions ആണുള്ളത്. ഫസ്റ്റ് വൺ, എവരി കൺസ്യൂമർ ഹാസ് സ്കെയിൽ ഓഫ് പ്രിഫറൻസസ്. എല്ലാ കൺസ്യൂമേഴ്സിനും സ്കെയിൽ ഓഫ് പ്രിഫറൻസസ് ഉണ്ടായിരിക്കും. അതായത് എന്താ സ്കെയിൽ ഓഫ് പ്രിഫറൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു യൂട്ടിലിറ്റി ഓർഡിനറി യൂട്ടിലിറ്റി ഏരിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോന്നിനും ഓരോ യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ IC പറഞ്ഞപ്പോൾ ഇൻഡിഫറൻസ് കർവ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് പ്രിഫറൻസ് ഉണ്ടായിരിക്കും ഓരോ കൺസ്യൂമറിനും. ഇപ്പോൾ എനിക്ക് ചോക്ലേറ്റ് ആണ് ഇഷ്ടം, ഐസ്ക്രീമിനേക്കാൾ ഇഷ്ടം ചോക്ലേറ്റ് ആണ്, അത് ചോക്ലേറ്റിനാണ് ഇഷ്ടം ഐസ്ക്രീമാണ്. അങ്ങനെ നമ്മളെ ഒരു പ്രിഫറൻസ് ഉണ്ടാവും, എന്താ പറയുക, റാങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ഇന്ന സാധനം കൂടുതൽ ഇഷ്ടം. അപ്പോൾ എല്ലാ കൺസ്യൂമേഴ്സും ഇതുപോലെ ഓരോ സ്കെയിൽ ഓഫ് പ്രിഫറൻസ് ഉണ്ടായിരിക്കും. ഇന്ന സാധനങ്ങളോടൊക്കെ അവർക്ക് എല്ലാ സാധനങ്ങളും ഒരേപോലെ ആയിരിക്കില്ല. ചിലതിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാവും, ചിലതിനോട് താല്പര്യം ഉണ്ടാവില്ല. അതാണ് അവിടെ സ്കെയിൽ ഓഫ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ അസംഷൻ എന്താണെന്ന് വെച്ചാൽ ഹി ഹാസ് എ ഗിവൺ എമൗണ്ട് ഓഫ് ഇൻകം ടു സ്പെൻഡ്. അയാളുടെ അടുത്ത് ഒരു നിശ്ചിത ഇൻകം ഉണ്ടായിരിക്കും. ആ ഇൻകം ആണ് അയാൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. തേർഡ് വൺ, പ്രൈസ് ഓഫ് ഗുഡ്സ് ആർ ഗിവൺ ആൻഡ് ആർ കോൺസ്റ്റന്റ്. ഗുഡ്സിൻ്റെ പ്രൈസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ തന്നെ അത് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ബഡ്ജറ്റ് ലൈൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളുടെ ഇൻകം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ അസംഷൻ പറഞ്ഞത് ഇപ്പോൾ നമ്മളുടെ അയാൾക്കൊരു നിശ്ചിത ഇൻകം ഉണ്ടായിരിക്കുന്നു പറഞ്ഞു. അതിന് മൂന്നാമത്തെ അസംഷൻ ആയിരുന്നു ഗുഡ്സിൻ്റെ പ്രൈസ് തന്നിട്ടുണ്ടാവും, അത് കോൺസ്റ്റന്റ് ആവുന്നു. നമ്മൾ ആ ബഡ്ജറ്റ് ലൈൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സിൻ്റെ വാല്യൂ 25 രൂപ, വൈയുടെ വാല്യൂ 10 രൂപ. അങ്ങനെ അതിൻ്റെ അത് പ്രൈസ് കോൺസ്റ്റന്റ് ആണ്, അത് തന്നിട്ടുണ്ടായിരിക്കും. ലാസ്റ്റ് വൺ, ഗുഡ്സ് ആർ ഹോമോജീനിയസ് ആൻഡ് ഡിവൈസിബിൾ. ഗുഡ്സ് എല്ലാം ഒരേപോലത്തെ ഗുഡ്സ് ആയിരിക്കും, അതുപോലെ തന്നെ അത് ഡിവൈസിബിൾ ആയിരിക്കും. ഇത്രയാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിൻ്റെ അസംഷൻസ്. അപ്പോൾ നമുക്കറിയാം കൺസ്യൂമേഴ്സ് ഈസ് റാഷണൽ ആൻഡ് ട്രൈസ് ടു മാക്സിമൈസ് ഇസ് സാറ്റിസ്ഫാക്ഷൻ. എല്ലാ കൺസ്യൂമേഴ്സും റാഷണലാണ്, യുക്തിപരമായി ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്യുക, മാക്സിമം അവർ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി അവർ ട്രൈ ചെയ്യും. മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി അവർ പരിശ്രമിക്കും. വെർ കൺസ്യൂമർ ഗെറ്റ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഹി ഈസ് സെഡ് ടു ബി ഇൻ ഇക്വിലിബ്രിയം. എന്താ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമറിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുവാണെങ്കിൽ, ഒരു സാധനം കൺസ്യൂം ചെയ്തപ്പോൾ അയാൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുവാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് ഹി ഈസ് സെഡ് ടു ബി ഇൻ ഇക്വിലിബ്രിയം. The consumer will be in the equilibrium when the indifference curve is tangent to the budget line. ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും ടാൻജന്റ് എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുന്ന ഇൻഡിഫറൻസ് കർവ് ഐസിയും അതുപോലെ തന്നെ ബഡ്ജറ്റ് ലൈനും ആ കൂടിച്ചേരുന്ന എങ്കിൽ അതെന്താണ്, അയാൾക്ക് കൺസ്യൂമർ ഇക്വിലിബ്രിയാണ്, അയാൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഗ്രാഫിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺസ്യൂമേഴ്സിൻ്റെ ഇക്വിലിബ്രിയം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യാം. നമ്മളിവിടെ നേരത്തെ പറഞ്ഞു ബഡ്ജറ്റ് ലൈനും അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവും കൂടി ചേരുന്നിടത്താണ് ഇക്വിലിബ്രിയം ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ബഡ്ജറ്റ് ലൈൻ എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചതായിരുന്നു. ബഡ്ജറ്റ് ലൈൻ ഷോസ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ ടു ഗുഡ്സ് ബ്രോട്ട് അറ്റ് ദർ ഫിക്സഡ് പ്രൈസ് വിത്ത് അവൈലബിൾ ഇൻകം. അയാളുടെ ഉള്ള വരുമാനം ഉപയോഗിച്ചിട്ട് ഫിക്സഡ് പ്രൈസിൽ ഏതെങ്കിലും 2 ഗുഡ്സ് എത്ര വാങ്ങണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബഡ്ജറ്റ് ലൈനിൽ പറയുന്നത്. ഇൻഡിഫറൻസ് കർവ് നമ്മൾ എടുത്തതായിരുന്നു. ഇൻഡിഫറൻസ് കർവ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ്. നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് 2 ഗുഡ്സ്. അതിന് ഈക്വൽ യൂട്ടിലിറ്റി, കൺസ്യൂമേഴ്സിനെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന, നമ്മളവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു ആപ്പിളും 20 ഓറഞ്ചും കിട്ടുന്ന ഒരേ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ 2 ആപ്പിളിൻ്റെ എണ്ണം കൂട്ടി 2 ആപ്പിളും 15 ഓറഞ്ചും കിട്ടുമ്പോൾ അവിടെ 2 ഗുഡ്സ് ഉണ്ട് അല്ലേ. ഈക്വൽ യൂട്ടിലിറ്റി കിട്ടുന്ന ഗുഡ്സ്, ഡിഫറെൻറ്റ് കോമ്പിനേഷൻ, ഈക്വൽ യൂട്ടിലിറ്റി കിട്ടുന്ന 2 ഗുഡ്സ്, അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്. നമുക്ക് ഒരു ആപ്പിളും 20 ഓറഞ്ചും, അതൊരു കോമ്പിനേഷൻ. അടുത്ത
അടുത്ത കോമ്പിനേഷൻ ഒരു 2 ആപ്പിളും 15 ഓറഞ്ചും, അങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്. ആ കൺസ്യൂമേഴ്സിൻ്റെ എന്താ പറയുക, കൺസ്യൂമർ ഈസ് ഇൻഡിഫറെൻറ്റ് ടു ദ കോമ്പിനേഷൻ കൺസ്യൂംഡ്. കോമ്പിനേഷൻ കൺസ്യൂം ചെയ്തതിൽ അവർ എന്താ പറയുക വ്യത്യസ്തരായിരിക്കില്ല. എല്ലാവർക്കും ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന 2 ഗുഡ്സ് വാങ്ങുകയാണെങ്കിൽ 2 ഗുഡ്സ് വാങ്ങുന്ന ഈക്വൽ യൂട്ടിലിറ്റി കിട്ടുന്ന അത് നമ്മളൊരു ഗ്രാഫിക്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻഡിഫറൻസ് കർവ് എന്നൊക്കെ പറയാം. അപ്പോൾ അത് നമ്മൾ ഗ്രാഫിൻ്റെ പറഞ്ഞേക്കാൻ മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് നമുക്ക് കാണാം. ഇതാണ് ഇവിടുത്തെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇക്വിലിബ്രിയത്തിൻ്റെ ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. പിന്നെ നമുക്കിതിൽ കാണാൻ പറ്റും ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, കണ്ടോ? AB എന്നുള്ളൊരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ആ AB സ്ട്രെയിറ്റ് ലൈനാണ്. AB എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ലൈനാണ്. അതുകൂടാതെ AB ബഡ്ജറ്റ് ലൈനാണ്. അതുപോലെ നമ്മളിവിടെ ഓരോന്നൊക്കെ ഈ Y1 നമ്മൾ ഈ ബഡ്ജറ്റ് ലൈനിലേക്ക് വരച്ചു, എന്നിട്ട് നമുക്ക് താഴത്തേക്ക് വരച്ചു. വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഈ ഗ്രാഫിൽ ഒരെണ്ണം മാത്രമേ വരച്ചൊന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഇവിടുന്ന് വീണ്ടും വരയ്ക്കാം. ഇവിടുന്ന് എടുത്തിട്ട് എവിടേക്ക് വരയ്ക്കണം? കർവിൻ്റെ മുകളിലേക്ക് അല്ല വരയ്ക്കുക, സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിലേക്ക് വരയ്ക്കുക. എന്നിട്ട് താഴത്തേക്ക് വരയ്ക്കുക. സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. അത് വരയ്ക്കുന്നില്ല, ഇത് ഇതിൽ അത്യാവശ്യം അറകളും ഇതൊക്കെ ഉള്ള കാരണം ഇത്ര കാണിച്ചാലും മതി. അപ്പോൾ എന്താണ് നമുക്ക് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിൻ്റെ ഗ്രാഫ് നമുക്ക് നോക്കാം. ഇതിലെ 2 ഗുഡ്സ് ആണുള്ളത്. ഒന്ന് എക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റും അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റും ഒന്ന് വൈ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റും ആണ്. അപ്പോൾ ഇവിടെ Y1 X1 എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ കാണിച്ചു, 500 വാങ്ങാൻ 700, അങ്ങനെ നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാപത്തിൽ പറഞ്ഞില്ല. അതേപോലെ ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് എടുത്തിട്ട് ഇതുവരെ ഞാൻ കാണിച്ചു തരാം. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് എടുത്തിട്ട് ഈ സ്ട്രെയിറ്റ് ലൈൻ വരെ വരച്ചു. ഇനി എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് വരച്ചു. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്ന സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാം. ഓക്കെ, സ്ട്രെയിറ്റ് ആയില്ല അല്ലേ? ഓക്കെ, അതേപോലെ ഇങ്ങനെ നിറയെ വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. ഇനിയും വരയ്ക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയാണ്, അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ഈ ലൈൻ മാറ്റാം. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈന് നമ്മൾ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയും. ഈ നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈനോട് ചേർന്ന് നമ്മളൊരു കർവ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ടോ? ഈ സ്ട്രെയിറ്റ് ലൈന് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുള്ള കർവ്, അതിന് നമ്മൾ IC2 എന്ന് പേര് കൊടുത്തു. ഇതൊക്കെ IC ആണല്ലോ, ഇൻഡിഫറൻസ് കർവാണല്ലോ. അതിൻ്റെ താഴെ ഒരു കർവ് ഞാൻ വരച്ചു. അതിന് പാരലായിട്ടൊരു കർവ് വരച്ചു. അതുപോലെ തന്നെ അതിന് ശേഷം നമുക്ക് പാരലൽ ആവണമെന്നില്ല, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അതേ ഡിഫറൻസ് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ആവണമെന്നില്ല. അപ്പോൾ ഞാൻ വേറെ ഒരെണ്ണം കൂടി അതിന് മുകളിലും ഒരു കർവ് വരച്ചു, അതിന് താഴെയും ഒരു കർവ് വരച്ചു. ഈ താഴെയുള്ള കർവിനെ IC1 ആദ്യം വരച്ച് ഞാൻ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിൽ ഒരു കർവ് വരച്ചില്ലേ, അത് ആദ്യം വരയ്ക്കുക നല്ലത്, എന്നിട്ട് ഇത് രണ്ടും വരയ്ക്കുക നല്ലത്. അതിന് IC2 അതിൻ്റെ ഏറ്റവും മുകളിലൊരു കർവ് വരച്ചു, അതിന് നമ്മൾ IC3 നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ ഓരോ കർവും കൂടി ചേർന്ന് നമ്മൾ പേരിട്ടിട്ടുണ്ട്. CEF എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഗ്രാഫിൽ പറഞ്ഞത്. ഇൻ ദ ഗ്രാഫ് 3 ഇൻഡിഫറൻസ് കർവ്സ് ആർ ഗിവൺ. ഈ ഗ്രാഫ് നോക്കി അറിയാം 3 ഇൻഡിഫറൻസ്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാഫ് മാത്രം വരച്ചാൽ പോരാ, എക്സ്പ്ലനേഷനും കൂടി എഴുതണം. 3 ഇൻഡിഫറൻസ് കർവ്, IC എന്ന് പറയാം. 3 IC ആർ ഗിവൺ. 3 ICകളുണ്ട്. ഏതൊക്കെ IC ആണ്? IC1, IC2 ആൻഡ് IC3. 3 ICകളുണ്ട്. IC1, IC2 ആൻഡ് IC3. These show combination of 2 goods X and Y which give different levels of satisfaction to consumer. എന്താണ് ഇതിൽ മനസ്സിലാവണമെന്ന് വെച്ചാൽ 2 ഗുഡ്സ് എക്സ് ആൻഡ് വൈ, 2 ഗുഡ്സ് ഉണ്ട്, എക്സും വൈയും. ഇത് വിച്ച് ഗീവ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. കൺസ്യൂമേഴ്സിന് കിട്ടുന്ന ഡിഫറെൻറ്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. കൺസ്യൂമേഴ്സിന് കിട്ടുന്ന ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. AB ഈസ് ദ ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, അവിടെ നമുക്ക് കണ്ടു AB എന്ന് പറയുന്നത് ബഡ്ജറ്റ് ലൈൻ. എക്സ് മാക്സിമം വാങ്ങാവുന്ന പോയിന്റും വൈ മാക്സിമം വാങ്ങാവുന്ന പോയിന്റും തമ്മിൽ നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ്. ഇവിടെ 60 ആണോ 80 ആണോ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ 40 വെച്ച് വരച്ചു. ഇവിടെ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലാത്ത കാരണം നമ്മളവിടെ എമൗണ്ട് ഒന്നും എഴുതണ്ട, വാല്യൂസ് ഒന്നും എഴുതണ്ട. AB ബഡ്ജറ്റ് ലൈൻ ആണ്. ദെൻ
he shows various combination of x and y which can be bought with is fixed aim. ഇത് ബഡ്ജറ്റിൽ എന്താ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് നേരത്തെ ബഡ്ജറ്റിൽ എന്താ നമ്മൾ പറഞ്ഞതല്ലേ, അതന്നെ ഇത് ഇവിടെ പറഞ്ഞില്ലേ, ക്വാണ്ടിറ്റി ഓഫ് ടു ഗുഡ്സ് ബോട്ട് അറ്റ് ദർ ഫിക്സഡ്. അതന്നെ, അതായത് ഇവിടെ നമ്മൾ എന്താ ബഡ്ജറ്റിലാണ് ഉദ്ദേശിക്കുന്നത്, ഈ ഗ്രാഫിൽ നമുക്ക് എന്താണ് പല കോമ്പിനേഷൻസും കാണിക്കാം, എക്സും വൈൻ്റെയും പല ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് കാണിക്കാം. എക്സ് മാക്സിമം ഇത്ര എണ്ണം, ഇവിടെ എത്രയാണ് പോയിന്റ് തന്നിട്ടില്ല, അളവ് തന്നിട്ടില്ല, അപ്പോൾ ഇത്ര എണ്ണം വാങ്ങാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എക്സ് വൈ ഇത്ര എണ്ണം വാങ്ങുകയാണെങ്കിൽ എക്സ് വാങ്ങണമെന്നില്ല, പൈസ ഇല്ലെങ്കിൽ വാങ്ങണമെന്നില്ല, ഇതിലൊരെണ്ണം വാങ്ങിയാൽ മതി. അങ്ങനെ ചിലപ്പോൾ എക്സ് ആയിരിക്കും കൂടുതൽ വാങ്ങണ്ടാവുക, വൈ വാങ്ങണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമുക്ക് അതിൻ്റെ കോമ്പിനേഷൻ എത്ര എണ്ണമാണ് വാങ്ങുന്നത്, ഏത് പ്രൊഡക്റ്റ് എത്ര എണ്ണം വാങ്ങുന്നതെന്നൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. Given the money income to spend and the price of the two goods, the consumer can buy combination of x and y which lies on the budget line AB. അതായത് അവരുടെ കയ്യിൽ പൈസ ഉണ്ട്, രണ്ട് ഗുഡ്സും വാങ്ങാനുള്ള പൈസ ഉണ്ട്. അത് മാത്രമല്ല അതിൻ്റെ മണി സ്പെൻഡ് ചെയ്യാൻ, അതിൻ്റെ പ്രൈസ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് എക്സോ വൈയോ എങ്ങനെ വേണമെങ്കിലും അതിൻ്റെ കോമ്പിനേഷൻസ് എങ്ങനെ വേണമെങ്കിലും ആ ബഡ്ജറ്റ് ലൈൻ ഓൾ ദ കോമ്പിനേഷൻസ് ഓൺ AB കോസ്റ്റ് ദ കൺസ്യൂമർ ദ സെയിം എമൗണ്ട് ഓഫ് മണി. ഈ എല്ലാ കോമ്പിനേഷൻ്റെയും സെയിം എമൗണ്ട് ഓഫ് മണി തന്നെ ആയിരിക്കും. നമ്മൾ നേരത്തെ ഇപ്പോൾ ഇവിടെ എമൗണ്ട് ഇല്ലാത്ത കാരണം നമുക്ക് അറിയാൻ പറ്റില്ല. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1000 രൂപയ്ക്കാണ് സാധനം വാങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ 1000 രൂപയുടെ സാധനമാണ് വാങ്ങണമെങ്കിൽ ഇവിടെ നമ്മൾ 1000-ന് പകരം നമ്മളിവിടെ വൈയുടെ അവിടെ 100 പ്രൊഡക്റ്റും എക്സിൻ്റെ അവിടെ 40 പ്രൊഡക്റ്റും വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1000 രൂപയുടെ സാധനം വാങ്ങുകയാണെങ്കിൽ എങ്ങനെയൊക്കെ വാങ്ങാം, ഫുള്ളായിട്ട് വേണമെങ്കിൽ വൈ വാങ്ങാം, അല്ലെങ്കിൽ എക്സ് മാത്രം വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കും സ്ട്രെയിറ്റ് ലൈന് മുകളിലേക്ക്. ഇപ്പോൾ ഇവിടെ എത്ര എണ്ണം നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മുടെ y1 കൊടുത്തു, y1 എണ്ണം y വാങ്ങാം, x1 എണ്ണം x വാങ്ങാം. അതല്ലെങ്കിൽ വേറൊരു ഇതും കൂടി ഞാൻ ഇന്റർസെക്ട് ചെയ്യാണ്, അത് അത്ര എണ്ണം വാങ്ങാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് അവിടെ ബഡ്ജറ്റ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ എത്രയൊക്കെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് സാധനങ്ങൾ എങ്ങനെയൊക്കെ വാങ്ങാമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ or the combinations on AB cost of consumer same amount of money. ഏത് കോമ്പിനേഷൻ ആണെങ്കിലും കൺസ്യൂമറിൻ്റെ എമൗണ്ട് സ്പെൻഡ് മൊത്തം എമൗണ്ട് സെയിം ആയിരിക്കും. ഇൻ ഓർഡർ ടു മാക്സിമൈസ് ഈ സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂമർ വിൽ ട്രൈ ടു റീച്ച് ദ ഹയസ്റ്റ് പോസിബിൾ ഇൻഡിഫറൻസ് കർവ്. അയാൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി കൺസ്യൂമർ എന്ത് ചെയ്യുന്നറിയോ, ഹയസ്റ്റ് പോസിബിൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ അയാൾ ഏതാണോ കൂടുതൽ പ്രൊഡക്റ്റ് കിട്ടുക ചിലപ്പോൾ അതായിരിക്കും കൂടുതൽ വാങ്ങുന്നുണ്ടാവുക. ബട്ട് ഹി കനോട്ട് റീച്ച് IC3. അതായത് അയാൾക്ക് ബഡ്ജറ്റ് ലൈനോട് ചേർന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ബഡ്ജറ്റ് ലൈനിന് ശേഷം മുകളിലേക്ക് വരതൊന്നും അയാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അതിനേക്കാൾ കൂടുതൽ അയാൾക്ക് ഇൻകം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻഡിഫറൻസ് കർവ് IC1 അയാൾക്ക് വേണമെങ്കിൽ വാങ്ങാം, IC2 വാങ്ങാം. പക്ഷെ IC3യിലുള്ള പ്രൊഡക്റ്റ് അതായത് ഇതിനേക്കാൾ കൂടുതൽ ബഡ്ജറ്റ് ലൈനേക്കാൾ കൂടുതൽ സാധനങ്ങൾ അതിനേക്കാൾ കൂടുതൽ, കാരണം അയാളുടെ കയ്യിൽ വേറെ പൈസ ഇല്ല, അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വാല്യൂ ഉള്ള സാധനങ്ങൾ അയാൾക്ക് വാങ്ങാനായിട്ട് സാധിക്കില്ല. ഒരിക്കലും അയാൾക്ക് IC3യിലെ പ്രൊഡക്റ്റുകൾ വാങ്ങാനായിട്ട് സാധിക്കില്ല. IC3 എന്ന് പറഞ്ഞാൽ തൊട്ട മുകളിലത്തെ സ്റ്റേജ് 100 എണ്ണം നമ്മൾ പറഞ്ഞു, 110 എണ്ണം വാങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ 100-നേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് പറ്റില്ല. അപ്പോൾ ഹയസ്റ്റ് പോസിബിൾ ബട്ട് ഹി കനോട്ട് റീച്ച് IC3. ദിസ് ഇസ് ബിക്കോസ് ഹി ഹാസ് ഓൺലി ലിമിറ്റഡ്. എന്തുകൊണ്ടാണ് IC3 വാങ്ങാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം അയാളുടെ ലിമിറ്റഡ് ഇൻകം ഉള്ളൂ. ഹിസ് ഇൻകം ഈസ് റെപ്രസെൻറ്റഡ് ബൈ ബഡ്ജറ്റ് ലൈൻ AB. അയാളുടെ ഇൻകം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം ബഡ്ജറ്റ് ലൈൻ AB എന്നുള്ള ബഡ്ജറ്റ് ലൈൻ ഉപയോഗിച്ച് നമുക്ക് അയാളുടെ ഇൻകം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഹി ഹാസ് ടു ചൂസ് ദാറ്റ് കോമ്പിനേഷൻ വിച്ച് ലൈസ് ഓൺ ദ ബഡ്ജറ്റ് ലൈൻ. ദെൻ ഏത് ഇതാണ് കോമ്പിനേഷനാണ് വേണ്ടത്, ബഡ്ജറ്റ് ലൈനിൻ്റെ മുകളിൽ കിടക്കണ ഏത് കോമ്പിനേഷനാണോ അയാൾക്ക് വാങ്ങേണ്ടതെന്നുള്ളത് അയാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇൻ ദ ഗ്രാഫ് വി ക്യാൻ സീ ദാറ്റ് കോമ്പിനേഷൻ CEF. നമുക്ക് ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 3 പോയിന്റ് ഈ IC1 അവിടെ നമ്മൾ അതിന് നമ്മൾ C പേര് കൊടുത്തു. അത് കഴിഞ്ഞു നമ്മൾ IC2 നമ്മൾ പേര് കൊടുത്തു, IC2 നമ്മൾ പേര് കൊടുത്തു. IC2 ചേർന്നോടത്തല്ല, IC2 അതിപ്പോൾ ഞാൻ പറഞ്ഞു ടാൻജൻ്റ് ആയിട്ട് പോകുന്നതാണ്, തമ്മിൽ കൂടി ചേർന്നോടത്താണ് ബഡ്ജറ്റ് ലൈനും ഇൻഫറൻസ് കർവും. അപ്പോൾ ഇവിടെ നമ്മൾ പേര് കൊടുത്തു, F എന്ന് പേര് കൊടുത്തു, അതുപോലെ തന്നെ ഇവിടെ C എന്ന് പേര് കൊടുത്തു, ഇവിടെ E എന്ന്. പിന്നെ നമ്മളിവിടെ ഇൻ്റർസെക്ട് ചെയ്യുന്നിടത്ത് നമ്മൾ പേര് കൊടുക്കുകയാണ്. ഇവിടെ C ഈ ബഡ്ജറ്റ് ലൈനോട് കൂടി ചേർന്നിട്ടുള്ള ഇതായ കാരണം ഇവിടെ C എന്ന് പേര് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ F എന്ന് പേര് കൊടുത്തു. ഈ IC1 ഉം
അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനും കൂടി ചേരുന്ന ഭാഗമാണ് എഫ്. നമ്മളവിടെ മാർക്ക് ചെയ്തിട്ട് എഫ് എന്ന് പേര് കൊടുക്കാം. അപ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതായത് എന്താണ് CEF എന്നുള്ള ഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റും കോമ്പിനേഷൻ, ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് കാണാൻ പറ്റും. ദീസ് ആർ അഫോർഡബിൾ, ഹി ഹാസ് ടു ചൂസ് ഫ്രം ദ കോമ്പിനേഷൻ ഓൺലി. ഇത് നമുക്ക് ബഡ്ജറ്റിനേക്കാൾ താഴെയുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും, കാരണം അതിലുള്ള ഇൻകം ഉണ്ടായിരിക്കും, അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. അയാൾക്ക് ഏത് കോമ്പിനേഷനാണ് വാങ്ങേണ്ടതെന്നുള്ളത് അയാൾക്ക് തീരുമാനിക്കാം. ഹി വിൽ ടെസ്റ്റ് ഈച്ച് പോയിന്റ്, അയാൾ ഓരോന്ന് മാറി നോക്കും. ഫുൾ ഇത് വാങ്ങണം, ഫുള്ള് ബൈ വാങ്ങണം, അങ്ങനെയാണ് പകുതി വാങ്ങിയതാ നല്ലത്. ഇങ്ങനെ പല കാര്യങ്ങളും അയാൾ ആലോചിച്ചിട്ടാണ് എന്ത് ചെയ്യുക, തീരുമാനിക്കുക. ടേക്ക് സി ഈസ് ദ ഫസ്റ്റ്. വി ക്യാൻ ആദ്യം നമുക്ക് സീന് നോക്കാം. സീന് നോക്കുമ്പോൾ സീന് എന്താ പ്രത്യേകത? we can find that C lies on a lower indifference curve. C എവിടെ കിടക്കുന്നത്? ലോവർ ഇൻഡിഫറൻസ് കർവിലാണ് C കിടക്കുന്നത്. ലോവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റ് ലൈനോട് ചേർന്നിട്ടുള്ളതല്ല, അതിൻ്റെ താഴെ മുകളിൽ വരയ്ക്കാൻ പറഞ്ഞു. ആ താഴെയുള്ള ലൈനെയാണ് ലോവർ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ലോവർ ഇൻഡിഫറൻസ് കർവ് അയാൾക്ക് എന്താണ്? ഈസ് നോട്ട് ദ പോയിന്റ്. These are afford. He choose. He will test each point. Take C first. ആദ്യം അയാൾ C ആണ് നോക്കുക. We find that C lies on a lower indifference curve. C കിടക്കുന്നത് എവിടെയാണ്? താഴത്താണ് കിടക്കുന്നത്. അതായത് ബഡ്ജറ്റ് ലൈനേക്കാളും കുറഞ്ഞ ലെവലിലുള്ള കർവിലാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ദ പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം. അതുകൊണ്ട് തന്നെ അയാൾക്ക് അവിടെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. ദിസ് ഇസ് ബിക്കോസ് ഹി ക്യാൻ ഗെറ്റ് മോർ സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ സെയിം എമൗണ്ട് ഓഫ് മണി. ഈ സെയിം എമൗണ്ട് ഓഫ് മണിയിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ അയാൾക്ക് കിട്ടില്ല. സിമിലർലി എഫ് ഓൾസോ ലൈ ഓൺ ദ ലോവർ ഇൻഡിഫറൻസ് കർവ്. IC1 എഫിനെ നമുക്ക് നോക്കാം. ഗ്രാഫിലെ എഫിനെ കണ്ടോ? ഇത് ലോവർ ഇൻഡിഫറൻസ് കർവിനേക്കാളും ഇതുപോലെ കൂട്ടിമുട്ടുന്ന ലൈനാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് എഫ് എന്ന് പറയുന്നത്. It is also does not give maximum possible satisfaction. അവിടെ നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അതുപോലെ E എന്നുള്ള പോയിന്റ് നോക്കാം. This is lies on the budget line and also on the highest possible indifference curve. ICUവിനേക്കാളും കൂടുതൽ ലെവലിൽ നിൽക്കുന്ന പോയിന്റാണ്. ICU എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ ലെവലിലേക്ക് ഉണ്ടാവും. ഇത് ഇതിൻ്റെ താഴെ വന്നത്. ഈ കർവ് ഇതിൻ്റെ മുകളിലേക്കാണ് വരുന്നത്, IC കർവ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? This is because this lies on the budget line and on the highest possible indifference curve. Highest possible indifference curve-നേക്കാളും അല്ലെങ്കിൽ possible indifference curve-നേക്കാളും highest ആണിത്. ഇത് ബഡ്ജറ്റ് ലൈനോട് ചേർന്നിട്ടാണുള്ളത്. ഹയസ്റ്റ് പോസിബിൾ ഇൻഡിഫറൻസ് കർവാണ്. ഈസ് നോട്ട് ദ പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം. ഈ ആണ് അവിടെ ഇക്വിലിബ്രിയം ഉണ്ടാവുക. കാരണം അയാളുടെ കയ്യിൽ എത്ര വരുമാനമുള്ളൂ, കുറേ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അയാൾ എത്ര വരുമാനമുള്ളൂ, അയാൾ എത്ര സാധനങ്ങൾ വാങ്ങും, അതിനുള്ള സാധനങ്ങൾ വാങ്ങും. അപ്പോൾ അതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. A point E, the budget line AB is tangent to indifference curve IC2. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് നമ്മൾ ടാൻജന്റ് ഉണ്ടാവും, രണ്ടും നമ്മൾ കൂടി ചേർന്നു. ഈ സ്ട്രെയിറ്റ് ലൈനും AB എന്നുള്ള സ്ട്രെയിറ്റ് ലൈനും ഈ IC2 എന്നുള്ള ഈ കർവും തമ്മിൽ ജോയിൻ ചെയ്തു ടാൻജന്റ്. ആ പോയിന്റിനെ പറഞ്ഞ പേരാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി നിങ്ങൾ പഠിക്കണം, അല്ലാണ്ട് ഗ്രാഫും കാര്യം മാത്രം എഴുതിയാൽ പോരാ. Upon E, the budget line AB tangent to indifference curve IC2. AB എന്ന് പറഞ്ഞാൽ ABയും അതുപോലെ തന്നെ ടാൻജന്റ് ചെയ്തു. IC2 തമ്മിൽ ടാൻജന്റ് കൂടി ചേർന്നു. ആ പോയിന്റിനാണ് നമ്മൾ E എന്ന് പേര് കൊടുത്തത്. Thus we say that with the amount given income and price of the goods, the consumer will get maximum satisfaction at point E. എന്നുള്ള പോയിന്റിലാണ് അയാൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, കാരണം രണ്ട് ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ അയാളുടെ ഇൻകം അയാളുടെ പ്രൈസും ഒക്കെ നോക്കുമ്പോൾ അത് വെച്ചിട്ടാണ് അയാൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. The budget line AB is tangent to indifference curve IC2. ABയും ഇൻഡിഫറൻസ് കർവ് IC2 തമ്മിൽ എന്താണ് ടാൻജന്റ് ചെയ്യുന്നു. ആ പോയിന്റിനെയാണ് നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അറ്റ് ദ ഇക്വിലിബ്രിയം പോയിന്റ് E, slopes of the budget line AB and indifference curve 2 IC2 are equal. Equilibrium IC1ഉം at the point of E, slopes of the budget line AB and indifference curve are equal. നോക്കാം, നമുക്ക് ഗ്രാഫിൽ നോക്കാം. കണ്ട IC1 and IC2 are equal. ഇത് ഒരേ പാരലാണ് ഇത് വന്നിരിക്കുന്നത്, ഓരോ ഇഷ്ടത്തിന് വരയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ IC1ഉം IC2ഉം എന്താണ് പാരലാണ്.
at the equilibrium point E, slopes of the AB is tangent to the IC2. Thus, when the consumer buy OX1 quantity of commodity X and OY1 quantity, he will be in the equilibrium. അതായത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ മിക്സഡ് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ, രണ്ട് കോമ്പിനേഷൻ മിക്സഡ് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ Y1 എന്നുള്ള സാധനം Eയിൽ ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ അത് X1 ആണ്. Y1 വാങ്ങുകയാണെങ്കിൽ X1 വാങ്ങണം. അപ്പോൾ അത് Y2 വാങ്ങുകയാണെങ്കിൽ X2 വാങ്ങേണ്ടി വരും. അത് ആ പ്രൊപ്പോർഷൻ അനുസരിച്ച് നമുക്കത് വാങ്ങേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് 3 കർവ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഈ കർവാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഈ ലെവല് നമുക്ക് എന്താണ് ഇതിനേക്കാളും കുറവാണ്, ഇത് കൂടുതലാണ്, പക്ഷെ നമുക്കത് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കയ്യിൽ ആകെ വരുമാനം ഇതേ ഉള്ളൂ, ഈ AB എന്ന് പറയുന്നത്. ഇതിനേക്കാൾ കൂടുതലുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിന് അഫോർഡബിൾ ഏരിയ എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം എന്താണെന്ന് എഴുതുക, അതിൻ്റെ അസംഷൻസ് എഴുതുക. അത് അസംഷൻസ് എഴുതിയാൽ മതി. അത് കഴിഞ്ഞാൽ ഒരു നോട്ട് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, താങ്ക് യു.